നമസ്കാരം. എൻ്റെ വാർത്തയുടെ ഏറ്റവും പുതിയ അധ്യായത്തിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. ആലപ്പുഴ, പത്തനംതിട്ട ജില്ലകളുടെ അതിർത്തി ഗ്രാമമായ മാന്നാർ ഒരു കാലത്ത് ലോഹശില്പങ്ങളുടെ മാത്രം ഗ്രാമമായിരുന്നു. നാം ആരാധിക്കുന്ന വിഗ്രഹങ്ങൾ മുതൽ വിളക്കുകളും മണികളും പറയും ഉരുളിയും എന്നിങ്ങനെ എല്ലാം കരവിരുതിലൂടെ വിരിയിച്ചെടുക്കുന്ന ഗ്രാമം. കാലം മാറിയപ്പോൾ കഥയും മാറി. അസംസ്കൃത വസ്തുക്കളുടെ ലഭ്യതക്കുറവും പുതുതലമുറ ഈ രംഗത്തേക്ക് വരാത്തതും സർക്കാർ സഹായങ്ങൾ പൂർണ്ണമായും നിലച്ചതും ഈ മേഖലയ്ക്ക് തിരിച്ചടിയായി. വെറും ലാഭത്തിനായി മാത്രം ഈ തൊഴിലിനെ കാണാത്തവർ ഇന്നും നിഷ്ഠയോടെ ഇത് തുടരുന്നു എന്ന് മാത്രം. എണ്ണൂറ് വർഷത്തിലേറെ പഴക്കമുള്ള പാരമ്പര്യ തൊഴിലാണ് ഇവർ ചെയ്യുന്നത്. മഹാക്ഷേത്ര നിർമ്മിതികൾക്കായി തമിഴ്നാട്ടിൽ നിന്നും ഇവിടെ എത്തിയതാണ് ഇവരുടെ പൂർവികർ. അണുവിട തെറ്റാത്ത മനക്കണക്കും കൈപുണ്യവും ചേർന്നുവെങ്കിൽ മാത്രമേ ലക്ഷണമൊത്ത ഒരു വിഗ്രഹം പൂർത്തിയാകൂ. ഇതിന് ക്രമമായ ചില പാരമ്പര്യ ചിട്ടവട്ടങ്ങളുമുണ്ട്. ശില്പനിർമ്മാണത്തിന്റെ ആദ്യ ചുവടായ കരുനിർമ്മാണത്തിലുള്ള ചളിമണ്ണ് തെരഞ്ഞെടുക്കുന്നത് മുതൽ ഇവരുടെ സൂക്ഷ്മത ആരംഭിക്കുന്നു. ഉപ്പുമയം തീരെയില്ലാത്തതും ചിതൽ സ്പർശമേൽക്കാത്തതുമായ ചെളിയാണ് കരുനിർമ്മാണത്തിന് അത്യുത്തമം. തയ്യാറാക്കുന്ന കരുവിന് മുകളിൽ മെഴുക്ക് ആവരണം ചെയ്യും. അതിനു മുകളിലേക്ക് അരച്ച മണ്ണും ചാണകവും ചേർത്ത മിശ്രിതം തേച്ചു പിടിപ്പിക്കുന്നു. തുടർന്ന് പൊട്ടിയ ചട്ടിമുറികൾ കൊണ്ട് തടകൾ വെച്ച് ഉണക്കിയെടുക്കും. ചൂളയിൽ ചുട്ടെടുത്ത് മെഴുക് വെന്തുരുകിപ്പോയ അഴകളവുകളുടെ ശൂന്യതയിൽ 1500 ഡിഗ്രി സെൽഷ്യസിൽ ഉരുക്കിയെടുത്ത ലോഹദ്രാവകം മോശയിൽ നിന്ന് പകരും. ഇത്രയും ചൂട് താങ്ങാൻ കഴിവുള്ള മോശ എന്ന പ്രത്യേകതരം പാത്രം നിർമ്മിച്ചിരിക്കുന്നത് ആന്ധ്രയിലെ പെൻസിൽ കല്ലുകൾ കൊണ്ടാണ്. തുടർന്ന് പഴുത്ത ലോഹത്തെ മണൽ കുഴികളിൽ ഇറക്കി വെച്ച് ആറി തണുപ്പിക്കും. പിന്നീട് പുറത്തെടുത്ത് മേൽമറ ഉടച്ചു കളയുന്നതോടെ ശില്പം പൂർണ്ണ രൂപത്തിലാകുന്നു. തുടർന്ന് ചെത്തലും രാഗലും കൈച്ചിത്രപ്പണികളും പൂശലും മിനുക്കും കൂടി കഴിയുന്നതോടെ ശില്പം പൂർണ്ണതയിലാകും. കൂട്ടിലോ വേവിലോ ഉണ്ടാകുന്ന ചെറിയ പാകപ്പിഴകൾ പോലും ലോഹം ഉറയ്ക്കാതെ പൊട്ടിപ്പോകുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചേരും. അതുകൊണ്ട് തന്നെ നിർമ്മാണത്തിന്റെ ഓരോ ഘട്ടത്തിലും കൃത്യമായ കണക്കുകൂട്ടലുകളുണ്ട് ഇവർക്ക്. ഇത്രയേറെ ത്യാഗങ്ങൾ സഹിച്ച് ഒരു പരമ്പരാഗത കുലത്തൊഴിലിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നവർക്ക് വലിയ തിരിച്ചടിയാണ് അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും എത്തുന്ന യന്ത്രനിർമ്മിത ഉൽപ്പന്നങ്ങൾ. താരതമ്യേന വിലക്കുറവും കുറഞ്ഞ കനവും തിളക്ക കൂടുതലും ആളുകളെ ഇതിലേക്ക് ആകർഷിക്കുകയും ചെയ്യും. ഒരു ഉയർത്തെഴുന്നേൽപ്പിനുള്ള സാധ്യതകൾ ഇവർക്ക് മുന്നിലുണ്ടെങ്കിലും ഒരു കൈ സഹായത്തിന് ആരുമില്ല എന്ന അവസ്ഥയാണ്. പുതിയ തലമുറ ഇതിലോട്ടിപ്പോൾ വരുന്നില്ല. ഇതിൻ്റെ കഷ്ടപ്പാട്, ഈ ചൂട്, അതുപോലെ തന്നെ ഈ സാധനത്തിൻ്റെ വില വർധനവ്, പിന്നെ കൂലി ഉദ്ദേശിക്കുന്ന ലേബർ കിട്ടുന്നില്ല. അതെല്ലാം ഇതിൻ്റെ പ്രധാന കാരണമാണ്. ഇന്ന് രാവിലെ 8 മണിക്ക് പോയാൽ വൈകിട്ട് 5 മണി വരെ ജോലി ചെയ്യാം. ഇതല്ല. ഇത് പകലന്തിയോളം ജോലി ചെയ്താൽ പോലും തീരാത്ത സാമ്പത്തികം കിട്ടുന്നില്ല. അതുകൊണ്ടൊക്കെയാണ് പുതുതലമുറ ഇതിലോട്ട് ആകർഷിക്കാത്തത്. അവർ വിദ്യാഭ്യാസം ചെയ്തു, സാമാന്യ വിദ്യാഭ്യാസം ചെയ്തു മറ്റ് തുറകളിലേക്ക് മാറുകയാണ്. ശില്പനിർമ്മാണത്തിലെ ആദ്യ അസംസ്കൃത വസ്തുവായ ചെളി ലഭിക്കുന്നതിന് പോലും ഇവർ ഇന്ന് കഷ്ടപ്പെടുകയാണ്. ലഭിക്കുന്നതിനാകട്ടെ വലിയ വിലയും. പ്രധാന ഇഷ്യൂ ക്ലേ ആണ്, ചെളി.
അത് കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഒരു ചെറിയ വണ്ടിക്ക് 10,000 രൂപ മുതൽ മേൽപോട്ട് കൊടുക്കണം. അതും ഗവൺമെൻറ് തലത്തിൽ അതിന് റെസ്ട്രിക്റ്റാണ്, നിയന്ത്രണമുണ്ട്. അത് എവിടെയെങ്കിലും പോലീസ് പിടിച്ചു പോയെങ്കിൽ വണ്ടിയും ഘട്ടത്തിൽ അങ്ങനെയാണ്. ഇത് കുമരകത്തുനിന്ന് കൊണ്ടുവരുന്നതാണ്. ഇപ്പം നേരത്തെ ഇതിനു മുമ്പ് മാന്നാർ കിട്ടുമായിരുന്നു. ഇപ്പം ഈ ജലത്തിൻ്റെ ലഭ്യത കുറവുകൊണ്ട് ഗവൺമെൻറ് ഇതിനെ നിയന്ത്രിച്ചിരിക്കുകയാണ്. അസംസ്കൃത സാധനങ്ങളുടെയൊക്കെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്കിതിന് സാമ്പത്തികം മുടക്കാൻ ഇല്ലാത്ത കാരണം വർക്കുകൾ കുറവാണ് കിട്ടുന്നത്. പിന്നെ ആരെങ്കിലും അറിഞ്ഞു കേട്ട് ഓർഡറുകൾ തരുന്നത് നമ്മൾ ചെയ്തു കൊടുക്കുന്നു. അധ്വാനിക്കാൻ മാത്രം അറിയുന്ന ഇവർക്ക് കലയ്ക്കപ്പുറം കച്ചവട കണ്ണുകളില്ല. അതുകൊണ്ട് തന്നെ ഇവരുടെ വിയർപ്പ് വിറ്റ് കാശുണ്ടാക്കുന്നത് ഇടനിലക്കാരും മൊത്ത വ്യാപാരികളുമാണ്. ഒരു സംഘടിത രൂപം ഇവർക്കില്ലാത്തതും തിരിച്ചടിയായി മാറുന്നുണ്ട്. ഗവൺമെൻറ്റിൽ നിന്ന് ലോൺ നേരത്തെ കിട്ടുമായിരുന്നു. ഇന്ന് ഓരോരുത്തരുടെ ഈ മുതലാളിമാരുടെ ഭവനങ്ങളിൽ ഈ ഷെഡ് വെച്ച്, ഇതുപോലുള്ള വർക്ക് ഷെഡ് വെച്ചിട്ട് അവിടെ ആരെയും ഒന്ന് കാണിച്ചിട്ട് കുറേ മോൾഡ് ശരിയാക്കി കാണിക്കും. അവർക്ക് ലോൺ കൊടുക്കും. അവർക്ക് ആസ്തിയുണ്ട്. കാരണം ഒരു തൊഴിൽക്കാരന് ആസ്തിയില്ല. അവന് ജീവിക്കാൻ മാത്രം ഏതാണ്ട് ഒരു 10 സെൻറ്റ് കൂടുതലുള്ള ഭൂമി ഉള്ളവരാരുമില്ല. അതുകൊണ്ട് അങ്ങനെ ആൾക്കാർ മുതലാളിമാരെ വശീകരിച്ച് ഗവൺമെൻറ്റിൽ നിന്ന് ലോൺ അവർക്ക് സാങ്ഷനാകും. ഞങ്ങൾ കയറി ഇറങ്ങി നടന്നാൽ പോലും അതിൻ്റെ ഇതില്ല. ഞാൻ കുറച്ച് നടന്നിട്ടുണ്ട്. ഒരു ജന്മം മുഴുവൻ ശില്പനിർമ്മിതിക്കായി മാറ്റിവെച്ചവർക്കുള്ള പെൻഷൻ പോലും മുടങ്ങിയിട്ട് 6 മാസത്തിലേറെയായി. കണ്ണട ചിരുട്ടാക്കുന്നവർ ഒന്ന് തിരിച്ചറിയണം. നമ്മൾ ഇല്ലാതാക്കുന്നത് ഒരു വ്യവസായത്തെയോ കലാരൂപത്തെയോ മാത്രമല്ല, നൂറ്റാണ്ടുകളുടെ പുണ്യവും ചരിത്രവും പേറുന്ന ഇതിഹാസത്തെ കൂടിയാണ്. ഹാൻഡിക്രാഫ്റ്റ്സിൻ്റെ പെൻഷനുണ്ട്. അത് ഡിപ്പാർട്ട്മെൻറ്റ് ഇപ്പം 6 മാസം 8 മാസം എങ്ങാണ്ട് കുടിശ്ശിക ഇപ്പം കിട്ടുന്നില്ല. ഇൻഡസ്ട്രീസ് ഡിപ്പാർട്ട്മെൻറ്റിലാണ് അതിൻ്റെ പേപ്പറെല്ലാം പോകുന്നത്. ആലപ്പുഴ ജില്ലാ വ്യവസായ കേന്ദ്രത്തിൽ നിന്നാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നമ്മളെ അറിയിക്കും. ഇപ്പോൾ ഒരു 8-9 മാസമായി മുടങ്ങിക്കിടക്കുക.